ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തേർഡ് സെമ്മിൻ്റെ കോമൺ പേപ്പറായിട്ടുള്ള റീഡിംഗ് സോൺ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ MCQ ഡിസ്കഷൻ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് സൗണ്ട് കുറവുണ്ടാവും, അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യണത് 3ാം സെമസ്റ്ററിൻ്റെ റീഡിംഗ് സോൺ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ MCQ ഡിസ്കഷനാണ്. അതിലെ ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ പോയം സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ ഈസ് ടേക്കൺ ഫ്രം വിച്ച് കളക്ഷൻ? അല്ലേ, ഏത് കളക്ഷനിൽ നിന്ന് എടുത്തതാണത്? റിവർ പോയത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ സ്മാൾ ടൗൺ ആൻഡ് ദ റിവർ, അതിലെന്തുണ്ട്? റിവർ എന്നുണ്ട്. അതുപോലെ തന്നെ ആൻസറിലും എന്ത് വരുന്നുണ്ട്? റിവർ വരുന്നുണ്ട്. അപ്പോൾ ഒരു സംശയത്തിനുള്ള ഇടല്ല. ഒന്നാമത്തെ ആൻസർ ബി ആണ്, റിവർ പോയം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ പെൻഡ് ദ പോയം സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ? അല്ലേ, ഹൂ പെൻഡ് ദ പോയം സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ? സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ എഴുതിയിട്ടുള്ള ആളാരാണ്? മമങ്തായ്. അപ്പോൾ നിങ്ങൾ എഴുതിയ ആളെ എന്തായാലും നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ, മമങ്തായ്. ഇനി അടുത്ത് നോക്കുക. മമങ്തായ് ബിലോങ് ടു വിച്ച് ട്രൈബ്? ഏത് ട്രൈബിൽപ്പെട്ട ആളാണ് അവർ? ഈ ദായ് എന്ന് പറഞ്ഞതിൽ തന്നെ ഉണ്ട് അവരുടെ ആദി എന്നുള്ളത്, അല്ലേ, DAI. ഇതിലുണ്ട് ADI. അങ്ങനെ ഓർത്താലും നിങ്ങൾക്ക് അത് കിട്ടും. അതല്ലെങ്കിലോ ഇതിലൊക്കെ 4ഉം 5ഉം ലെറ്റേഴ്സ് ഉണ്ട്, ഇതിൽ മാത്രം 3 ലെറ്റേഴ്സ് ഉള്ളൂ എന്ന് ഓർത്താലും മമങ്തായ് ആദ്യ ട്രൈബാണെന്ന് നിങ്ങൾക്ക് കിട്ടും. മൂന്നാമത്തതിൻ്റെ ആൻസർ. നാലാമത്തത് നോക്കുക. ദ പോയം സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ ഡെപിക്ട്സ് ദ ഡാഷ് ഓഫ് ദ റിവർ? അല്ലേ, ഏതാണ്? ഈ ഒരു റിവറിനെ ഡെപിക്റ്റ് ചെയ്യുന്ന, അല്ലേ, ആ പുഴനെ ഡെപിക്റ്റ് ചെയ്യുന്നത് ഇമ്മോർട്ടാലിറ്റിയാണ്. ഏതാണ്? സ്മാൾ ടൗൺസ് ആൻഡ് ദ റിവർ, ഇമ്മോർട്ടാലിറ്റി. അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കളക്ഷൻ ഓഫ് പോയം ബൈ ശ്രീധല സ്വാമി വാസ് പബ്ലിഷ്ഡ് ബൈ സാഹിത്യ അക്കാദമി ഇൻ 2007? അല്ലേ, 2007 ശ്രീധല സ്വാമി എന്ന് പറയുന്ന അവർക്ക് ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള ആ ഒരു പോയത്തിൻ്റെ കളക്ഷൻ ഏതാണ്? എ റെലക്റ്റൻ്റ് സർവൈവർ ആണ്. ഏതാണ്? എ റെലക്റ്റൻ്റ് സർവൈവർ. ഇവിടെ 4 ഓപ്ഷൻ നോക്കുമ്പോൾ ഇതിന് മാത്രമുള്ള ഒരു ഇനീഷ്യൽ ലെറ്റർ ആയിട്ട് എ കൊടുത്തിട്ടുള്ളത്, അല്ലേ, എ റെലക്റ്റൻ്റ് സർവൈവർ. പിന്നെ അതല്ലെങ്കിലോ ഒരു 2007 എന്നുള്ള ഒരു വർഷം വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യന് എ റെലക്റ്റൻ്റ് സർവൈവർ എന്നാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പോയം ഡ്രീം മിഡ് നൈറ്റ് അപ്പിയർഡ് ഇൻ ദ കളക്ഷൻ ടൈറ്റിൽഡ് ഡാഷ്? അല്ലേ, ഈ ഡ്രീം മിഡ് നൈറ്റിൻ്റെ കളക്ഷൻ്റെ ടൈറ്റിലിൻ്റെ നെയിം എന്താണ്? റൺ ഫോർ ദി ഷാഡോ. ഇവിടെ എന്ത് വരുന്നുണ്ട്? എ റെലക്റ്റൻ്റ് സർവൈവർ എന്ന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 2007 എന്നുള്ളത് എ റെലക്റ്റൻ്റ് സർവൈവർ എന്നാണ് ആൻസർ എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഡ്രീം മിഡ് നൈറ്റ് വർഷമൊന്നും ഇല്ലാത്തതാണെങ്കിൽ റൺ ഫോർ ദി ഷാഡോ എന്നാണ് ആൻസർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. റൺ ഫോർ ദി ഷാഡോ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഏഴാമത്തത്. ദ പോയം ഡ്രീം മിഡ് നൈറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ? അല്ലേ, ഇതിൻ്റെ ആൻസർ വരുന്നത് 2021 ആണ്. അപ്പോൾ 2021 എന്ന് പറഞ്ഞിട്ട് ഒരേ നമ്പർ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ ഫാൻസി നമ്പർ ആയിട്ടുള്ളത് ഈ ഒരു 2021 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ 20, 14, 20, 09, 20, 07 ആണ്. അപ്പോൾ 2021, അല്ലേ, 2021 ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എട്ടാമത്തത് നോക്കുക. ഹൗ ഓൾഡ് വാസ് ദ സൺ ഇൻ ദ പോയം ഡ്രീം മിഡ് നൈറ്റ്? അല്ലേ, ആ ഒരു ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്ന പോയത്തിൽ സണ്ണിൻ്റെ ഏജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 12 ഏജ് ആണ്. അല്ലേ, 12 ആണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ആ ഒരു പാഠഭാഗം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും 12 ആണ് എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം ഡ്രീം മിഡ് നൈറ്റ്? അല്ലേ, ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്നതിൽ സ്പീക്കർ ആരാണ്? മദർ ആണ്. മിഡ് നൈറ്റത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. എം വെച്ചിട്ടല്ലേ മിഡ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ മദർ ആണ് അതിൻ്റെ ആൻസറും വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹു ഇസ് ദ ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയിറ്റ് ഹു ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദളിത് ലിറ്ററേച്ചർ ഇൻ ഹിന്ദി? അല്ലേ, ഹിന്ദി ദളിത് ലിറ്ററേച്ചർ, ദളിത് സാഹിത്യത്തിൽ ഒരു പോയിറ്റും അതുപോലെ തന്നെ നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള വ്യക്തി ആരാണ്? ഓം പ്രകാശ് വാൽമീകിയാണ്. അപ്പം ദളിത് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓം പ്രകാശ് വാൽമീകിനെ കിട്ടും. അല്ലേ, ദളിതുമായി ബന്ധപ്പെട്ടുള്ള എഴുതിയ ആളാണ് ഓം പ്രകാശ് വാൽമീകി. അദ്ദേഹത്തിൻ്റെ പിന്നെ ഓട്ടോബയോഗ്രഫിയാണ് ജൂതൻ. അതൊരു MCQ വരുന്നുണ്ട്. അപ്പോൾ ഓം പ്രകാശ് വാൽമീകിയാണെന്ന് കിട്ടും. പിന്നെ ഓം പ്രകാശ് വാൽമീകി ബിലോങ്സ് വിച്ച് കമ്മ്യൂണിറ്റി? ഏത് കമ്മ്യൂണിറ്റി പെട്ട ആളാണ്? ചുഹറ കമ്മ്യൂണിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സി വെച്ചിട്ടല്ലേ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സി വെച്ചിട്ടാണ് ചുഹറ എന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് ദ ഓട്ടോബയോഗ്രഫി റിട്ടൺ ബൈ ഓം പ്രകാശ് വാൽമീകി ദാറ്റ് ബിക്കം എ മിൽ സ്റ്റോൺ ഇൻ ദ ദളിത് ലിറ്ററേച്ചർ? ഏതാണ്? ജൂതനാണ്. അല്ലേ, ഓം പ്രകാശ് വാൽമീകിൻ്റെ പിന്നെ എന്താ പറയുക ഓട്ടോബയോഗ്രഫി ജൂതൻ. അദ്ദേഹം ചുഹ്ര കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയിറ്റും ഓം പ്രകാശ് വാൽമീകിയാണെന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേയിലൊക്കെ കൊണ്ടുപോയി എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. ഇനി അടുത്ത് നോക്കുക. ഹൂ റോട്ട് ദ പോയം വാട്ട് വുഡ് യു ഡു? അല്ലേ, വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്ന പോയം എഴുതിയ ആളാരാണ്? ഓം പ്രകാശ് വാൽമീകിയാണ്. അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ നെയിമാണ് വാട്ട് വുഡ് യു ഡു? അല്ലേ, ഓം പ്രകാശ് വാൽമീകി.
അതുപോലെ അടുത്തത് നോക്കുക, ഹു ട്രാൻസ്ലേറ്റഡ് ദ പോയം വാട്ട് വുഡ് യു ഡു ഫ്രം ഹിന്ദി ഇൻ ടു ഇംഗ്ലീഷ്. ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഈ വാട്ട് വുഡ് യു ഡു എന്ന് പറയുന്ന ഓം പ്രകാശ് വാൽമീകിൻ്റെ പോയം പ്രദീപ് കാഞ്ചിലാലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളതൊക്കെ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കേണ്ടി വരും. വാട്ട് വുഡ് യു ഡു ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രദീപ് കാഞ്ചിലാലാണ്. ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹു ട്രാൻസ്ലേറ്റഡ് ദ പോയം അതർ വേർഡി ഫോക്ക് ടൈൽ ഇൻ ടു ഇംഗ്ലീഷിലെ. ഇംഗ്ലീഷിലേക്ക് ആരാണ്? അനിത ഗോപാലനാണ്. ഇവിടെ എന്തുണ്ട്? പ്രദീപ് കാഞ്ചിലാൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക, ഹിന്ദി ടു ഇംഗ്ലീഷാണ് പ്രദീപ് കാഞ്ചിലാൽ, വെറും ഇംഗ്ലീഷ് എന്നുള്ളത് വരുന്നതാണെങ്കിൽ അനിത ഗോപാലനാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹു ഈസ് ഓഫൺ റിഗാർഡഡ് ആസ് അവന്ത്ഗാഡ് റൈറ്റർ ഇൻ ഹിന്ദി. ഹിന്ദിയിലെ ഒരു അവന്ത്ഗാഡ് റൈറ്റർ ആരാണ്? ഗീത് ചതുർവേദിയിലെ അവന്ത്ഗാഡ്. ഗാഡ് പറഞ്ഞാൽ ജി വെച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ GN അവിടെ ഒരു ലെറ്റർ വരുന്നുള്ളൂ. അപ്പോൾ വേർഡ് വരുന്നത് ഗീത് എന്നുള്ളതുള്ളൂ. അപ്പോൾ ഗീത് ചതുർവേദിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹു കാൾഡ് ഗീത് ചതുർവേദി ആസ് എ ഫിയർലെസ് റിയലിസ്റ്റിക് പൊളിറ്റിക്കൽ പോയിറ്റ്. അല്ലേ, ഗീത് ചതുർവേദി ഫിയർലെസ് റിയലിസ്റ്റിക് പൊളിറ്റിക്കൽ പോയിറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? അനിത ഗോപാലൻ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഗീത് ചതുർവേദി ആസ് എ ഫിയർലെസ് റിയലിസ്റ്റിക് പൊളിറ്റിക്കൽ പോയിറ്റ് അനിത ഗോപാലൻ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഹു ഈസ് ഡയറക്ടർ ഓഫ് സാഹിത്യ അക്കാദമീസ് പ്രോജക്റ്റ് ഓൺ ലിറ്ററേച്ചർ ഇൻ ട്രൈബൽ ലാംഗ്വേജ് ആൻഡ് ഓറൽ ട്രഡീഷൻ. ആരാണ്? ഗണേശൻ ദേവി. അല്ലെ, ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്തുണ്ട്? സെൻട്രൽ ഒരു ഇനീഷ്യൽ ലെറ്റർ വരുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾക്ക് ഗണേശൻ ദേവി എന്നുള്ളത് കിട്ടുന്നുണ്ടാവും വേഗം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഗണേശൻ ദേവി വാസ് കൺഫേർഡ് വിത്ത് ഡാഷ് ഇൻ 2040 ഫോർ ഹിസ് വർക്ക് ഓൺ ഡിനോട്ടിഫൈഡ് ആൻഡ് നൊമാഡിക് ട്രൈബ്സ് ആൻഡ് എൻഡേഞ്ചഡ് ലാംഗ്വേജ്. അല്ലേ, അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 2014 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ലേ, ആ ഒരു അവാർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പത്മശ്രീ ആണ്. അല്ലേ, അദ്ദേഹത്തിന് കിട്ടിയ ബഹുമതി എന്ന് പറയുന്നത് പത്മശ്രീയാണ്. എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? ഡിനോട്ടിഫൈഡ് ആൻഡ് നോമാഡിക് ട്രൈബ്സ് ആൻഡ് എൻഡേഞ്ചഡ് ലാംഗ്വേജ്, അതിന് കിട്ടിയിട്ടുള്ള ഒരു ബഹുമതിയാണ് പത്മശ്രീ. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയൊരു ബഹുമതിയാണ്. അല്ലേ, ഇത് എഴുതിയിട്ടുള്ളത് പത്മശ്രീ. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി 20ാമത്തെ ക്വസ്റ്റ്യന്, ഹു ഈസ് കാൾഡ് ദ ഡീസെൻഡന്റ് ഓഫ് ദ ഗോഡ്സ് ബൈ ഓം പ്രകാശ് വാൽമീകി. ഓം പ്രകാശ് വാൽമീകി ഡീസെൻഡന്റ് ഓഫ് ദ ഗോഡ്സ് അത് വിളിച്ചത് ആരെയാണ്? ബ്രാഹ്മിൻസിനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യനേ വരുന്നുള്ളൂ. അപ്പോൾ ബ്രാഹ്മിൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡാഷ് ആർ അബോറിജിനൽസ് ഹൂ ലൈവ് ഇൻ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ആസാം, ത്രിപുര, മധ്യപ്രദേശ് ആൻഡ് ഒറീസ. അല്ലേ, ഇവിടെയൊക്കെ കാണപ്പെടുന്നതാണ് മുണ്ടകൾ. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ ഒറീസ എന്നുള്ള വേർഡിനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഒറീസ എന്ന് വന്നാൽ മുണ്ട, പിന്നെ ഒഡീഷ എന്ന് വേറെ ചോദിക്കുന്നുണ്ട്, അത് കൊന്ത്. അപ്പോൾ ഒറീസ, മുണ്ട, ഒഡീഷ, കൊന്ത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, എ ഡാഷ് ഈസ് എ സങ് ഓൺ ദ ബർത്ത് ഓഫ് എ സൺ ഓർ ഡോട്ടർ ഇൻ എ മുണ്ട ഫാമിലി. അല്ലേ, ഏത് ഫാമിലിയിലെ ചോദിക്കുന്നത്? മുണ്ട ഫാമിലിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കും? മുണ്ട സോങ്. മുണ്ട ഫാമിലി, മുണ്ട സോങ്. ഇനി 23 നോക്കുക, ഡാഷ് ആർ ഇൻജീനിയസ് ആദിവാസി ട്രൈബൽ പീപ്പിൾ ഹു ലീവ് ഇൻ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഒഡീഷ. അല്ലേ, അപ്പോൾ ഒഡീഷ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കൊന്ത്. ഒറീസ പറഞ്ഞാൽ മുണ്ട. അല്ലേ, അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. ഒഡീഷ, കൊന്ത് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, എ ഡാഷ് ഈസ് സങ് യൂഷ്വലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. അല്ലേ, ഒരു വ്യക്തിയുടെ മരണത്തിനായിട്ട് പാടുന്ന പാട്ട് ഏതാണ്? കൊന്താണ്. ഡെത്ത്, കൊന്ത്. ഓക്കെ, ഡെത്ത്, കൊന്ത്, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. 25 നോക്കുക, ദ ബർത്ത് ഓഫ് എ ഡാഷ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ കൗശൽ ഫുൾ ഓഫ് എ കൗസ്. അല്ലേ, ആരുടെ ജനനത്തോട് കൂടിയിട്ടാണ് കൗശൽ ഫുൾ ആകുന്നത്? എ ഡോട്ടർ, മകളുടെ. അല്ലേ, ഒരു പെൺകുട്ടിയുടെ ജനനത്തോട് കൂടിയിട്ടാണ്. എ ഡോട്ടർ, അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ അത് കിട്ടും. പിന്നെ 26 നോക്കുക, ദ പോയം അതർ വേർഡി ഫോക്ക് ടൈൽ ഇൻക്ലൂഡ് ഇൻ ദ പോയിട്രി കളക്ഷൻ ഡാഷ്. അല്ലേ, ഏത് പോയിട്രി കളക്ഷനാണ്? ദ മെമ്മറി ഓഫ് നൗ. ഏത് പോയിട്രി കളക്ഷനാണ്? മെമ്മറി ഓഫ് നൗ. അല്ലെ, അതർ ഇങ്ങനെ ബ്രാക്കറ്റിലൊക്കെ വരുന്നത് ദ മെമ്മറി ഓഫ് നൗ. ദ മെമ്മറി ഓഫ് നൗ എന്നാണെന്ന് 2-3 തവണ പറഞ്ഞാൽ അത് കിട്ടും. പിന്നെ 27 നോക്കുക, വിച്ച് ഓഫ് ഈസ് ബേസ്ഡ് ഓൺ ബുദ്ധ ദർശൻ കാൾഡ് ലങ്കാവതാര സൂത്ര. അതായത് പോയമാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അതർ വേൾഡ്ലി ഫോക്ക് ടൈൽ. അതർ വേൾഡ്ലി ഫോക്ക് ടൈലാണ്. ബുദ്ധ ദർശന കാൾഡ് ലങ്കാവതാര സൂത്ര, അതർ വേൾഡ്ലി ഫോക്ക് ടൈല്.
ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പോയം അതർ വേർഡ്ലി ഫോക്ക് ടൈൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സീഡ് ഇറ്റ് മെറ്റാഫറിക്കലി കമ്പയർഡ് ടു ദി ബോണ്ട് ബിറ്റ്വീൻ. ആര് തമ്മിലുള്ള ബോണ്ടാണ് അവിടെ പറയുന്നത്? എ മദർ ആൻഡ് എ ചൈൽഡ് അല്ലേ. ഈ പാഠഭാഗമൊക്കെ വായിച്ചവർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എ മദർ ആൻഡ് എ ചൈൽഡുമായിട്ടുള്ള ബോണ്ടാണ് അവിടെ പറയുന്നത്. ഇനി 29 നോക്കുക. സ്കോൺ ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് വിച്ച് തമിഴ് സ്റ്റോറി അല്ലേ. സ്കോൺ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏത് തമിഴ് സ്റ്റോറിയാണ്? ഇല്ലാക്കാരം. ഇവിടെ നിങ്ങൾ നോക്കുക, ബാക്കിയുള്ള ഓപ്ഷനൊക്കെ 1, 2, 3 വേർഡുകളായിട്ടാണ് നിൽക്കുന്നത്. ഇല്ലാക്കാരം എന്ന് പറയുന്നത് ഒരൊറ്റ വേർഡാണ്. അങ്ങനെ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് സ്കോൺ ഇല്ലാക്കാരം എന്നുള്ളത് കിട്ടും. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് കരിക്ക്. ഓട്ടോബയോഗ്രഫി കരിക്ക് ആരതാണ്? ബാമ. ഇവിടെയും തന്നെ എല്ലാതും എന്താണ് 2, 3 ടേമിലാണ് നിൽക്കുന്നത്. ബാമ മാത്രം ഒറ്റ ടേമാണ്. അപ്പോൾ കരിക്ക് ബാമ, കരിക്ക് ബാമ, അതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി 31 നോക്കുക. ഡാഷ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ തമിഴ് സ്റ്റോറി ഇല്ലാക്കാരം ബൈ സർസ രാജഗോപാലൻ ആൻഡ് എന്താ പറയുക അന്താര ദേവസൻ അല്ലേ. ഏതാണ്? സ്കോൺ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ സ്കോണിൻ്റെ പിന്നെ തമിഴ് സ്റ്റോറിൻ്റെ പേര് ഇല്ലാക്കാരം. അത് നേരെ തിരിച്ചു ചോദിച്ചിട്ടുള്ളതാണ്. സ്കോണാണ്. അപ്പോൾ ഇത് വരുന്നത് സ്കോൺ. ഇവിടെയും തന്നെ 2, 3 ടേമിലാണ് ബാക്കിയുള്ള ഓപ്ഷനൊക്കെ. സ്കോൺ എന്ന് പറയുന്നത് ഒരൊറ്റ ടേമാണെന്ന് ഓർത്താൽ നിങ്ങൾക്ക് സ്കോൺ എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കുക. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി സ്കോണിലെ. സ്കോണിലെ ക്യാരക്ടർ ആരാണ്? ചിന്നപ്പെണ്ണാണ്. അപ്പോൾ ആ സ്കോൺ ഒരു തവണ വായിച്ചാൽ അറിയാൻ പറ്റും അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചിന്നപ്പെണ്ണാണ്. ഹൂ വാസ് ദ ഫോളോയിങ് ഈസ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി സ്കോണ്, സ്കോണ് ചിന്നപ്പെണ്ണ്, സ്കോണ് ചിന്നപ്പെണ്ണ്. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഹൂ ഈസ് ഹെഡ്മാൻ ഓഫ് ദ സ്ലം ഇൻ ദ സ്റ്റോറി സ്കോണ് അല്ലേ. ചേരിയിലെ അതിനെപ്പറ്റി പറയുന്ന സ്കോണിലുള്ള ആ ഒരു ഹെഡ്മാൻ അതാരാണ്? അതാണ് കുട്ടിയാൻ അല്ലേ. ഹെഡ്മാൻ ഓഫ് ദ സ്ലം കുട്ടിയാൻ, ഹെഡ്മാൻ ഓഫ് ദ സ്ലം കുട്ടിയാൻ. അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. ഇനി 34 നോക്കുക. ഹൂ ഈസ് വേലിക്കണ്ണൻ അല്ലേ. വേലിക്കണ്ണൻ സൺസ് ഹൂ ബ്ലാൻഡഡ് ഫോർ സ്റ്റീലിംഗ് ഹിസ് ടീച്ചേഴ്സ് മണി ഇൻ ദ സ്റ്റോറി സ്കോൺ. അതിലാരാണ്? കട്ടാരിയാണ് അല്ലേ. വേലിക്കുന്നൻ്റെ സൺ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ടീച്ചറിൻ്റെ പണം മോഷ്ടിച്ചതായിട്ട് പറയുന്നുണ്ട് ആ ഒരു സ്കോൺ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ. അതാണ് കട്ടാരി. ആരാണ്? കട്ടാരി. അപ്പോൾ മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ കട്ടാള് അല്ലേ, കട്ടാരി. അങ്ങനെ തന്നെ ഓർത്താൽ മതി കട്ടാരി എന്നുള്ളത്. ഇനി ഹൂ റോട്ട് ദ സ്റ്റോറി ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. അതാണ് രാജേന്ദ്ര യാദവ്. 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് എഴുതിയ ആളാണ് രാജേന്ദ്ര യാദവ്. അപ്പോൾ എഴുതിയ ആളെ പേരൊക്കെ നിങ്ങൾ എഴുതി തന്നെ പഠിച്ചു വെക്കുക. ഇനി 36ാമത്തെ ക്വസ്റ്റ്യന്. ഹൂ ഈസ് ദ ഓതർ ഓഫ് ഫേമസ് ഫോർ ബീയിങ് പാർട്ട് ഓഫ് എ നെയ് കഹാനി മൂവ്മെൻറ്റ് ഇൻ ഹിന്ദി ലിറ്ററേച്ചർ. ആരാണത്? രാജേന്ദ്ര യാദവ് ആണ് അല്ലേ. നെയ് കഹാനി മൂവ്മെൻറ്റ് രാജേന്ദ്ര യാദവ്, നെയ് കഹാനി മൂവ്മെൻറ്റ് രാജേന്ദ്ര യാദവ്. ഇവിടെ എന്താണ്? നെയ്, ഇവിടെ വൈ വെച്ചിട്ട് അവസാനിക്കുന്നില്ല ഈ. അപ്പോൾ അതുപോലെ തന്നെ യാദവ്. അങ്ങനെ ഓർത്താലൊക്കെ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി 37 നോക്കുക. ദ സ്റ്റോറി ഡാഷ് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ ഹിന്ദി ആസ് ഡു ദിവങ് അല്ലേ. അതേതാണ്? ടു ഇൻ ദ നെക്സ്റ്റ് വേൾഡ്, ഡു ദിവങ്. അപ്പോൾ 2 ഡി അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ 2 എന്നുള്ള അർത്ഥത്തിൽ 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ്, ഡു ദിവങ് 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ്. ഇനി 38 നോക്കുക. ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് ബിലോങ്സ് ടു ഡാഷ് ക്ലാസ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഏത് ക്ലാസ്സിൽപ്പെട്ട ആളാണ്? അപ്പർ. എന്താണ്? അപ്പർ. അപ്പോൾ ദ നരേറ്റർ ഓഫ് ദ സ്റ്റോറി 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് ബിലോങ് ടു ഡാഷ് ക്ലാസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, അപ്പർ ക്ലാസ് അല്ലേ. അപ്പർ ക്ലാസ് തന്നെ ഓർത്ത് വെക്കുക. അപ്പർ എന്നാണ് നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഓർത്താൽ മതി. പിന്നെ 39 ഇൻ ദ സ്റ്റോറി 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് ദ ഗവൺമെൻറ് സർജൻ ഹൂ വാസ് ടു ഹാൻഡിൽ ദ സർജറി വാസ് ഫ്രം ഡാഷ് റിസർവ്ഡ് കോട്ട അല്ലേ. ഏത് കോട്ടയാണ്? റിസർവ്ഡ് കോട്ട. പിന്നെ അപ്പർ ക്ലാസ് ഉണ്ട്, ദ അർബൺ സൊസൈറ്റി ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. നൺ ഓഫ് ദിസ് എന്തായാലും ആൻസർ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ റിസർവ് കോട്ട എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഗവൺമെൻറ് റിസർവ് കോട്ട. ഓക്കെ, ഗവൺമെൻറ് ജി വെച്ചിട്ടല്ലേ ഇതിൽ കോട്ട എന്നുള്ളത് ഒരു ജി ഉണ്ട് ഇതിൽ വരുന്നു. അപ്പോൾ റിസർവ് കോട്ട എന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. 40ാമത്തെ ക്വസ്റ്റ്യന്. ഇൻ ദ സ്റ്റോറി 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് ദ നരേറ്റർ ഈസ് ട്രൈങ് ടു സ്ട്രൈക്ക് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹോം. ആരാണ്? ഡോക്ടേഴ്സ് ഫസ്റ്റ് വൈഫ് അല്ലേ. 2 ഇൻ ദ നെക്സ്റ്റ് വേൾഡ് നരേറ്റർ ട്രൈങ് സ്ട്രൈക്ക് അപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹോം. ആരുമായിട്ടാണ്? ഡോക്ടേഴ്സ് ഫസ്റ്റ് വൈഫ്, ഡോക്ടേഴ്സ് ഫസ്റ്റ് വൈഫ്, ഡോക്ടേഴ്സ് ഫസ്റ്റ് വൈഫ്. അത് അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കത് 2-3 തവണ പറയുമ്പോൾ അത് കിട്ടും. ഇനി അടുത്ത് നോക്കുക. 41ാമത്തെ ക്വസ്റ്റ്യന്. ഹൂ പെൻ ദ സ്റ്റോറി ദ ബ്രൈഡ്സ് പൈജാമാസ്. ബ്രൈഡ് പൈജാമാസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ള ആളാരാണ്? അക്ബർ മൊഹീദ്ദീൻ അല്ലേ. ബ്രൈഡ് പൈജാമീസ് അക്ബർ മൊഹീദ്ദീൻ. അതങ്ങനെ തന്നെ എഴുതി വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും.
പിന്നെ ഹു ട്രാൻസ്ലേറ്റ് ദ ബ്രൈഡ് പൈജാമീസ് ഫ്രം കാശ്മീർ ആരാണ്? മോത്തിലാൽ റൈനയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഫ്രം കാശ്മീരിലെ മോത്തിലാൽ റൈന. പിന്നെ അടുത്തത് നോക്കുക 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഓഫ് ദ ഓൾഡ് മാൻ നബീർ ഷല്ല ഇൻ ദ സ്റ്റോറി ദ ബ്രൈഡ് പൈജാമ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ഷാൾ മേക്കർ. അദ്ദേഹം ആയിരുന്നു? ഷാൾ മേക്കർ ആയിരുന്നു അല്ലേ. അതൊക്കെ ആ ഒരു പാഠഭാഗം വായിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ദ ബ്രൈഡ് പൈജാമീസിൽ അദ്ദേഹം ഷാൾ മേക്കർ ആണ്. ഇതൊക്കെ നിങ്ങൾ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വെക്കുകയാണെങ്കിൽ 5 മാർക്കിലും 10 മാർക്കിലും ഒക്കെ കൊണ്ടുപോയി എഴുതാം. 2 മാർക്കിന് വന്നാലും ഒക്കെ എഴുതാൻ പറ്റും. 44 നോക്കുക. വാട്ട് ഈസ് ദ നെയിം ഓഫ് നബീർ ഷല്ല വൈഫ് ഇൻ ദ സ്റ്റോറി ദ ബ്രൈഡ്? എന്തായിരുന്നു? കോട്ടൺ ദീദി അല്ലേ. നബീർ ഷല്ലൻ്റെ വൈഫിൻ്റെ നെയിം എന്തായിരുന്നു? കോട്ടൺ ദീദി. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ നോക്കുക, എല്ലാം ഒറ്റ ടൈമിലാണ്. കോട്ടൺ ദീദി എന്താണ്? 2 ടൈമിലാണ് ഓർത്താൽ നിൽക്കും. കോട്ടൺ എന്നൊരു ടേമും ദീദി എന്നൊരു ടേമും. അപ്പോൾ ഇതിനെ ഓട് വൺ ഔട്ടാക്കി എടുത്താൽ നിങ്ങൾക്ക് കോട്ടൺ ദീദി എന്ന് കിട്ടും. അങ്ങനെ ഹൗ ഓൾഡ് ഈസ് നബീർ ഷല്ല ദ ബ്രൈഡ് പൈജാമീസ്? അദ്ദേഹത്തിൻ്റെ ഏജ് അതിൽ പറയുന്നുണ്ട്. എത്രയാണ്? 70 ആണ് അല്ലേ. 50 60 80 70 അദ്ദേഹത്തിന്. നബീർ ഷല്ല ഇൻ ദ ബ്രൈഡ്സ് പൈജാമീസ് എത്രയാണ് വയസ്സ് വരുന്നത്? 70 വരുന്നത് എന്ന് ഓർത്ത് വെക്കാം. 46-ാമത്തെ ക്വസ്റ്റ്യന് ഹു ഓതേഡ് ദ സ്റ്റോറി ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി? ആരാണ്? റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. ദ നൈറ്റ് ട്രെയിൻ, ആ ട്രെയിനിൽ പോകുമ്പോഴുള്ള ആ ഒരു പെൺകുട്ടീനെ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള ആളാണ് റസ്കിൻ ബോണ്ട്. ആരാണ്? റസ്കിൻ ബോണ്ട്. ദ നൈറ്റ് ട്രെയിൻ ഓർ ഡിയോളി, റസ്കിൻ ബോണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന് റസ്കിൻ ബോണ്ട് വാസ് അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡില്ലേ. അദ്ദേഹത്തിന് ഒരു സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് 1992. ഇവിടെ എന്താണ്? ബാക്കിയുള്ളതിലൊക്കെ ഓരോ 9 വരുന്നുള്ളൂ. ഇതിൽ മാത്രം എന്ത് വരുന്നുണ്ട്? 2 9 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ റസ്കിൻ ബോണ്ടിന് അവാർഡ് കിട്ടിയിൽ 2 9 വരുന്നുണ്ട് എന്ന് ഓർത്താൽ നിങ്ങൾക്ക് 1992 എന്ന് കിട്ടും. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റസ്കിൻ ബോണ്ട്സ് കളക്ഷൻ ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി ആൻഡ് അതർ സ്റ്റോറീസ് വാസ് പബ്ലിഷ്ഡ് ഇൻ അല്ലേ. പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1988 ആണ്. ഇവിടെയും 1992 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്, ഇവിടെ കൂടുതൽ എന്താണ്? എല്ലാത്തിലും 9കൾ. ആദ്യത്തിൽ ഒരു 9, രണ്ടാമത്തിൽ ഒരു 9, മൂന്നാമത്തിൽ 2 9, നാലാമത്തിൽ 3 9. അപ്പോൾ ഇവിടെ 2 8 വരുന്നതാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ദ നൈറ്റ് ട്രെയിൻ ഡിയോളി അതർ സ്റ്റോറീസ് പബ്ലിഷ് ചെയ്തത് 1988. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് 1992 ആണെന്ന് തന്നെ ഓർത്ത് വെക്കാം. ഇനി 49 വേർ ഡിഡ് ദ നരേറ്റർ മീറ്റ് ദ ഗേൾ ഹൂ സെൽസ് ബാസ്ക്കറ്റ് ഇൻ റസ്കിൻ ബോണ്ട് ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി അല്ലേ. ഡിയോളി സ്റ്റേഷനിൽ വെച്ചിട്ടല്ലേ ആ ഒരു ബാസ്ക്കറ്റുമായിട്ടുള്ള ഒരു പിന്നെ ബാസ്ക്കറ്റ് വിൽപ്പനക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ മീറ്റ് ചെയ്തത് ഡിയോളി സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസറിൽ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഡിയോളി എന്ന് ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഡിയോളി. പിന്നെ നിങ്ങൾക്ക് മറക്കാനൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ഡിയോളി എന്നാണ് 49 വരുന്നത്. ഇനി 50-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ടൈം ദ നരേറ്റർ ആൻഡ് ദ ഗേൾ ഹൂ സെൽ ബാസ്ക്കറ്റേഴ്സ് മീറ്റ് ഇൻ ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി അല്ലേ. എത്ര തവണയാണ് അവർ കണ്ടത്? 2 തവണയാണ് കണ്ടത് അല്ലേ. ഡിയോളി സ്റ്റേഷനിൽ വെച്ചിട്ട് അവർ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓർത്ത് വെക്കുക, 2 ആണ് എന്നുള്ളത്. ഹൗ മെനി ടൈംസ് 2 ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 50 ക്വസ്റ്റ്യന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 51-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ആർട്ടിക്കിൾ ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് അല്ലേ. അതിൻ്റെ ആൻസർ വരുന്നത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്. എന്താണ്? വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ആർട്ടിക്കിൾ ദ ഫ്യൂച്ചർ ഓഫ് ദ പാസ്റ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രൈമറി ഫോക്കസ് സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് അങ്ങനെ തന്നെ ഓർത്തു വെക്കാം. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ആൻഡമാൻ ആർക്കിപ്പിലാഗോസ് ലാംഗ്വേജ് ബോ അല്ലേ. ഇറ്റ് ഈസ് നോ ലോങ്ങർ സ്പോക്കൺ ബൈ എനിവൺ. ആ ലാംഗ്വേജ് ബോ അത് ഏതാണ്? ഇറ്റ് ഈസ് നോ ലോങ്ങർ സ്പോക്കൺ ബൈ എനിവൺ. ഇറ്റ് ഈസ് നോ ലോങ്ങർ പിന്നെ സ്പോക്കൺ ബൈ എനിവൺ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. 53 വാട്ട് ഡസ് ദ പാസിംഗ് ഓഫ് ബോ സീനിയർ സിംബോളൈസ് അല്ലേ. സീനിയർ സിംബോളൈസ് ദ ലോസ് ഓഫ് എ ലിവിങ് കൾച്ചർ. ദ ലോസ് ഓഫ് എ ലിവിങ് കൾച്ചർ. അപ്പോൾ ഇവിടെ ലോസ് എന്ന് വരുന്നതാണ് ഓർത്ത് വെച്ചത്. സീനിയർ സിംബലൈസ് ലോസ് വരുന്നതാണ് ഓർത്താൽ മതി. ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, ലോസ് എന്നുള്ള വേർഡ് വരുന്നില്ല. കൾച്ചർ എന്നൊക്കെ പിന്നെ എന്ത് വരുന്നുണ്ട്? വേറെ ഓപ്ഷനിലും വരുന്നുണ്ട്. ഇനി 54 നോക്കുക. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ വാട്ട് റോൾ ഡസ് ലാംഗ്വേജ് പ്ലേ ഇൻ അവർ ലൈഫ്സ് അല്ലേ. അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഇറ്റ് ഷേപ്സ് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇറ്റ് ഷേപ്സ് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് വരുന്നത്. അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ വാട്ട് റോൾ ഡസ് ലാംഗ്വേജ് പ്ലേ ഇൻ അവർ ലൈവ്സ്
ഇറ്റ് ഷേപ്സ് അവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരൊറ്റ ആൻസർ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓട് വൺ ഔട്ട് ആക്കി ഇതിനെടുക്കാം. ബാക്കിയുള്ളതിലൊന്നും ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി 55 നോക്കുക. വാട്ട് ഇമ്പാക്റ്റ് ഹാസ് ദ ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് ഹാഡ് ഓൺ ദ ജറാവ ട്രൈബ്? അല്ലേ, അതേതാണ് വരുന്നത്? ഇറ്റ് ഹാസ് എക്സ്പോസ്ഡ് ദം ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. എക്സ്പോസ്ഡ് എക്സ്റ്റേണൽ ഒരേപോലെയല്ലേ രണ്ട് ടേം വരുന്നത് ഇതിൽ. അപ്പോൾ എക്സ്പോസ്ഡ് ദം ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, അതങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടും ഒരേ വേർഡിൽ ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഹൗ മെനി ട്രൈബ്സ് സർവൈവർ എമംഗ് ആൻഡമാൻ ഐലൻഡ് ഇൻജീനിയസ് പീപ്പിൾ? 3 ആണ് അല്ലേ. എത്ര ട്രൈബ്സ് ആണ്? 3 ആണ് വരുന്നത്. ആൻഡമാൻ ഐലൻഡിൽ 3 പീപ്പിൾ. ഓക്കെ, 3 പീപ്പിൾ ആണ് വരുന്നത്. ഹൗ മെനി ട്രൈബ്സ് സർവൈവർ എമംഗ് ദ ആൻഡമാൻ ഐലൻഡ്? 3. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഇനി 57 നോക്കുക. വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് കൺവിയർഡ് ബൈ ദ എഡിറ്റോറിയൽ റിഗാർഡിംഗ് ദ ആൻഡമാൻ ട്രൈബ്സ് ലാംഗ്വേജ്? അല്ലേ, ദേ നീഡ് ടു ബി പ്രിസർവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അല്ലേ, ഇവിടെ എന്തുണ്ട്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ആൻസർ ഇതുള്ളൂ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒന്നും എന്തില്ല, ആൻഡില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നത്. നിങ്ങളിതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയിട്ട് ആൻസർ എന്ത് ചെയ്യണം? ക്ലിക്കാക്കണം. അപ്പോൾ ഇതിൽ ഓട് വണ്ണ് നോക്കുക. ബാക്കിയുള്ളതിനൊന്നും എന്തില്ല, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇനി 58 നോക്കുക. ഹൗ ആസ് ദ ട്രൈബൽ പോപ്പുലേഷൻ ഓഫ് ദ ആൻഡമാൻ ഐലൻഡ് ചേഞ്ച്ഡ് ഓവർ ടൈം? അല്ലേ, ഇറ്റ് ഹാസ് ഡിക്രീസ്ഡ് ഡ്രാമാറ്റിക്കലി. ഇവിടെ ഇൻക്രീസ്ഡ് ഉണ്ട്, പക്ഷേ ഡിസ്ക്രീസ്ഡ് ഡ്രാമാറ്റിക്കലി. ഡിസ്ക്രീസ്ഡും എന്താണ്? ഡി വെച്ചിട്ടാണ്. ഡ്രാമാറ്റിക്കലി എന്നും ഡി വെച്ചിട്ടാണ്. അങ്ങനെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഡിസ്ക്രീസ്ഡ് ഡ്രാമാറ്റിക്കലി. അങ്ങനെ ഓർത്താൽ ഈ ആൻസർ കിട്ടും. ഇനി 59 നോക്കുക. വൈ ഈസ് പ്രിസർവിങ് ട്രൈബൽ ലാംഗ്വേജ് കൺസിഡേർഡ് എ പൊളിറ്റിക്കൽ എൻഡേവർ? അല്ലേ, എന്താ അതിൽ പറയുന്നത്? ഇറ്റ് ഇമ്പാക്ട്സ് പോളിസീസ് എന്താ പറയുക ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ എന്താണ്? നിങ്ങൾക്ക് ഒന്നും നോക്കാല്ല, ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത ഒരേ ഒരു ഓപ്ഷനുള്ളൂ, അത് തന്നെയാണ് നമ്മൾ ആൻസർ. അപ്പോൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി 60ാമത്തെ ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിസർവിങ് ഇൻജീനിയസ് ലാംഗ്വേജ് ആസ് എംബസൈസ്ഡ് ഇൻ ദ ആർട്ടിക്കിൾ? അല്ലേ, ഏതാണ് വരുന്നത്? ഇറ്റ് എംപവേഴ്സ് ഇൻജീനിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രിസർവ് ഹെറിറ്റേജ്. അല്ലേ, ഇവിടെ എന്താണ്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത ഒരേ ഒരു ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. ഇറ്റ് എംപവേഴ്സ് ഇൻജീനിയസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രിസർവ് ഹെറിറ്റേജ്. ഇങ്ങൾക്കുള്ള ഒരു ക്ലൂ ഇവർ തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. അല്ലേ, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അതും കിട്ടും. ഇനി 61 നോക്കുക. വാട്ട് വാസ് ദ മെയിൻ പോയിന്റ് ഓഫ് ഭൂപേഷ് ഗുപ്ത സ്പീച്ച് ഇൻ ദ രാജ്യസഭ? അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ടു ഔട്ട്ലൈൻ ദ പർപ്പസ് ആൻഡ് ഫോക്കസ് ഓഫ് ദ പ്രൊപ്പോസ്ഡ് യൂണിവേഴ്സിറ്റി. ഇവിടെയും തന്നെ എന്താണ്? ആൻഡ് വെച്ചിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആൻഡ് വരുന്നുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, ആൻഡ് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ജോയിൻ ചെയ്യണില്ല. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടാനും വളരെ സിമ്പിളാണ്. ഒരു കാരണവശാലും ഇതിൻ്റെ മാർക്ക് നിങ്ങൾ കളയരുത്. 20 മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഇനി 62 നോക്കുക. വാട്ട് ഡിഡ് ഭൂപേഷ് ഗുപ്ത തിങ്ക് അബൌട്ട് നെയിമിങ് ദ യൂണിവേഴ്സിറ്റി ആഫ്റ്റർ നെഹ്റു? അല്ലേ, ഏതാണ്? ഹി ഫെൽറ്റ് ഇറ്റ് വാസ് അൺനെസസറി ആൻഡ് നോട്ട് ദ മെയിൻ കൺസേൺ. അല്ലേ, ഇവിടെയും തന്നെ നോക്കുക നിങ്ങൾ, ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത ഒരേ ഒരു ഓപ്ഷൻ ഈ ഒരു സി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊന്നും ആൻഡ് എന്ന് ഉള്ളൊരു ടേം ഇല്ല. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഇനി 63 നോക്കുക. അക്കോർഡിംഗ് ടു ദ നെക്സ്റ്റ്, വാട്ട് ഇറ്റ് ഭൂപേഷ് ഗുപ്ത വാണ്ട് ദ യൂണിവേഴ്സിറ്റീസ് കരിക്കുലം ടു ഇൻക്ലൂഡ്? അല്ലേ, അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് അലൈൻഡ് ദ ഇന്ത്യസ് നീഡ്സ്. അല്ലേ, ഇവിടെയും തന്നെ എന്താണ്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത 2 എണ്ണം വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് അലൈൻഡ് വിത്ത് ഇന്ത്യ നീഡ്സ്. അപ്പോൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് നിങ്ങൾ ആൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ലേ, ഇതിലെന്താണ്? ഓക്സ്ഫോർഡ് ആൻഡ് എന്ന് അവസാനമാണ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, ഒരു ഐഡിയ ചെറുതായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ക്രിയേറ്റീവ് ആൻഡ് പ്രാക്ടിക്കൽ ആ ഒരു വേർഡ് മാത്രം ഓർത്താലും നിങ്ങൾക്ക് ഇതിൻ്റെതും കിട്ടും. ഇനി 64, വാട്ട് ഡിഡ് ഭൂപേഷ് ഗുപ്ത പ്രൊപ്പോസ് ടു എൻഷുർ ഫെയർ എഡ്യൂക്കേഷൻ ഇൻ ദ യൂണിവേഴ്സിറ്റി? അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓഫറിംഗ്
സബ്സിഡൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ എക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് സ്റ്റുഡൻസ് അല്ലേ. എന്താണ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് സ്റ്റുഡൻസ്? ഇവിടെ ആൻഡ് വെച്ചൊന്നും ജോയിൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുക അല്ലേ. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിലക്ക് എന്താ പറയുക, എക്കണോമിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എന്നൊക്കെ വരുന്നുണ്ട് അല്ലേ. സ്റ്റുഡൻസ് എന്ന് ഈ ഒരു ഇതിൽ വരുന്നുണ്ട് ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ. പക്ഷേ സ്റ്റുഡൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും രണ്ടും വരുന്നത് എവിടെയുള്ളൂ, ഡി ഓപ്ഷനിലുള്ളൂ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേമും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസും വരുന്നുണ്ട്. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എന്നുള്ളതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ 65 നോക്കുക. വാട്ട് ഈസ് ദ ഓവറാൾ ടോൺ ഓഫ് ഭൂപേഷ് ഗുപ്ത സ്പീച്ച് ഇൻ ദ രാജ്യസഭ അല്ലെ. ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് വിഷണറി. ഇവിടെ നിങ്ങൾ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതാണ് 4 ഓപ്ഷനും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിലക്ക് എന്തായാലും ഇതിനെ നോക്കാൻ തന്നെ പറ്റൂല. അപ്പോൾ ഓപ്റ്റിമിസ്റ്റ് ആൻഡ് വിഷണറി ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തന്നെ എടുത്ത് പഠിക്കുക. രാജ്യസഭ, ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് വിഷണറി എന്നുള്ളത് എടുത്ത് തന്നെ പഠിക്കുക. ഇനി 66. വെൻ വാസ് മേഘാനന്ദ് എൻ സാഹ എലക്റ്റഡ് ടു ഇന്ത്യൻ പാർലമെൻറ്റ്? 1951 എന്നാണ്. 1951 വാസ് മേഘാനന്ദ് എൻ സാഹ എലക്റ്റഡ് ടു ദ ഇന്ത്യൻ പാർലമെൻറ്റ്? 1951. ഇനി അടുത്തത് നോക്കുക. വാട്ട് വാസ് ദ മേഘാനന്ദ് സാഹ പെർസ്പെക്റ്റീവ്സ് ഓൺ ദ കണക്ഷൻ ബിറ്റ്വീൻ ഈവൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്? അത് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഹി പോയിൻറ്റഡ് ഔട്ട് ദ എക്കണോമിക് ഇന്റർകണക്റ്റഡ്സ് ഓഫ് ദ വേൾഡ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഓർത്ത് വെക്കേണ്ടി വരും. എക്കണോമിക് എന്നൊക്കെ വരുന്നുണ്ട്, കണക്ഷൻ ബിറ്റ്വീൻ ഈവൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഹി പോയിൻറ്റഡ് ഔട്ട് ദ എക്കണോമിക് ഇന്റർകണക്റ്റഡ്നെസ് ഓഫ് ദ വേൾഡ് എന്നാണ് ആൻസർ വരുന്നത്. അതല്ലെങ്കിലോ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്, വേൾഡ് എന്ന് വരുന്നുണ്ട്. ആൻസറിൻ്റെ ലാസ്റ്റും വേൾഡ് എന്ന് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓർത്താലും കിട്ടും അല്ലേ. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് വേൾഡ് എന്നാണ്, ആൻസറിൻ്റെ എന്താണ് വേൾഡ് എന്നാണ് ആൻസറിൻ്റെയും ലാസ്റ്റ്. ഇനി 68 നോക്കുക. അക്കോർഡിംഗ് ടു മേഘ്നാഥ് സാഹ how could hunger deprivation he be eliminated അല്ലേ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ത്രോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എ നാഷണൽ പ്രൊഡക്ഷൻ പ്ലാൻ അല്ലേ. ഇവിടെ എന്താണ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത ഒരേ ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ത്രോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എ റാഷണൽ പ്രൊഡക്ഷൻ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഓർത്താൽ ഈ ഒരു ഓപ്ഷൻ ബി നിങ്ങൾക്ക് കിട്ടും. 69 നോക്കുക. ഹു ഡിഡ് മേഘ്നാഥ് സാഹ പ്രൊപ്പോസ് ഷുഡ് ഓവർസ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഗ്ലോബൽ വെൽബീയിങ്? അതിൻ്റെ ആൻസർ വരുന്നത് സ്കിൽഡ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ് എക്കണോമിസ്റ്റ് ആൻഡ് യൂജനിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരേ ഒരു ഓപ്ഷനുള്ളൂ, ഇതും സ്കിൽഡ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ് എക്കണോമിസ്റ്റ് ആൻഡ് യൂജനിസ്റ്റിക്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഓപ്ഷൻ സി 69 കിട്ടും. ഇനി 70 നോക്കുക. ഹൗ ഡിഡ് മേഘ്നാഥ് സാഹ ബിലീവ്സ് ദ പ്രൊപ്പോസ് അംബിഷൻസ് ഗോൾ കുഡ് ബി അച്ചീവ്ഡ് അല്ലേ. അതേതാണ് ത്രോ എ റിനോവേഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ത്രോ എ റിനോവേഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. മേഘ്നാഥ് സാഹ ബിലീവ്ഡ് പ്രൊപ്പോസ്ഡ് അംബിഷൻസ് ഗോൾസ് കുഡ് ബി അച്ചീവ്ഡ്. അവിടെ വരുന്നത് ത്രോ എ റിനോവേഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വാസ് ദ ബദൽ സർക്കാർ കോൺട്രിബ്യൂഷൻ ഇൻ ഇന്ത്യൻ തിയേറ്റർ അല്ലേ. അതേതാണ് ഹി വാസ് എ പ്രോമിനൻറ്റ് പ്ലേ റൈറ്റ് ആൻഡ് തിയേറ്റർ ഡയറക്ടർ. ഇവിടെ എന്താണ് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഈ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലൊന്നും ആൻഡ് എന്നുള്ള ഒരു ടേം വരുന്നില്ല. ഇനി 72 നോക്കുക. വാട്ട് മൂവ്മെൻറ്റ് ഡിഡ് ബദൽ സർക്കാർ പൈനിയർ ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലേ. അതിൻ്റെ ആൻസർ തേർഡ് തിയേറ്റർ മൂവ്മെൻറ്റ്. എന്താണ് തേർഡ് തിയേറ്റർ മൂവ്മെൻറ്റ്? ട്രഡീഷണൽ തിയേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ എലിറ്റിസ്റ്റ് തിയേറ്റർ മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഫോൾക്ക് തിയേറ്റർ മൂവ്മെൻ്റ് ഉണ്ട്. അവിടെ തേർഡ് തിയേറ്റർ മൂവ്മെൻറ്റ്. എന്താണ് തേർഡ് തിയേറ്റർ മൂവ്മെൻറ്റ്? ഇവിടെ തേർഡ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ വരുന്നില്ല. പിന്നെ തിയേറ്ററും മൂവ്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ മൂവ്മെൻറ്റും എല്ലാ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം എന്ന് പറയുന്നത് തേർഡ് എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് എന്നുള്ളത് ഓർത്താൽ 72 കിട്ടും. ഇനി 73
വിച്ച് പ്ലേ ഓഫ് ബാദൽ സർക്കാസ് ഈസ് കൺസിഡേർഡ് എ ലാൻഡ്മാർക്ക് ഇൻ ഇന്ത്യൻ തിയേറ്റർ ഹിസ്റ്ററി അല്ലേ? അതേതാണ്? എബോങ് ഇന്ദ്രജിത്ത് അല്ലേ? എബോങ് ഇന്ദ്രജിത്ത് ആണ്. ആൻഡ് ഇന്ദ്രജിത്ത് എന്നും പറയും. ഇബോങ് ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ ആൻഡ് ഇന്ദ്രജിത്ത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ വട്ടം വായിച്ചാൽ കിട്ടും. ബാക്കിയുള്ളതൊന്നും നിങ്ങളങ്ങനെ കേൾക്കാത്തതുകളായിരിക്കും. ഇത് മാത്രമായിരിക്കും നിങ്ങൾ ആ ഒരു പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഇബോങ് ഇന്ദ്രജിത്ത് നിങ്ങൾക്ക് കിട്ടും അല്ലേ? പിന്നെ നമ്മളെ സിനിമ ആക്ടറിനെ ഇന്ദ്രജിത്തിനൊന്ന് ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും അല്ലേ? ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ കാണുമ്പോൾ ആ ഒരു ആക്ടറിനെ ഓർത്തിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യുക എഴുതാം. ഇനി 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡസ് ദ പ്ലേ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല ഹട്ടമലാസ് ഓപ്പറ ബൈ ബാദൽ സർക്കാർ ചലഞ്ച് അല്ലേ? അതെന്താ പറയണത്? ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ പൊസഷൻ ഇൻ സൊസൈറ്റി. എന്താണ് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ പൊസഷൻ ഇൻ സൊസൈറ്റി? അതിൻ്റെ ആൻസർ വരുന്നത് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാണ്. അപ്പോൾ അത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇനി 75 നോക്കുക. ഹൗ ഡസ് ദ പ്ലേ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല യൂസ് നെയിം ഓഫ് ദ തീവ്സ് കെനാരം ആൻഡ് ബേച്ചാരം അല്ലേ? അതേതാണ്? ദ ഹ്യൂമറസ്ലി റെപ്രസെൻറ്റഡ് ബൈ ആൻഡ് സെല്ലിംഗ് ഇൻ ദ ലോക്കൽ എന്താ പറയുക ലാംഗ്വേജ് അല്ലേ? ഇവിടെ എന്താണ് ഈ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ളത്? ബാക്കിയുള്ളത് നിങ്ങൾ ഓപ്ഷൻ നോക്കുക. അതിലൊന്നും ആൻഡ് എന്നുള്ള ടേം ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിംഗ് അല്ലേ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് നോക്കിയാൽ മതി. ഇനി 76 നോക്കുക. ഹു ആർ ദ മെയിൻ ക്യാരക്ടർ ഇൻ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല? അതാരാണ്? കെ ആൻഡ് ബി. നിങ്ങൾക്ക് അറിയുന്നതന്നെയായിരിക്കും അല്ലേ? അതിൽ ആ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് കെ ആൻഡ് ബി എന്നുള്ള 2 ലെറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. കെ ആൻഡ് ബി. ഇനി 77 വിച്ച് തീം ഈസ് നോട്ട് എക്സ്പ്ലോർ ഇൻ ദ പ്ലേ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല? ഏതാണ്? ഇൻഡിവിജ്വലിസം. എന്താണ്? ഇൻഡിവിജ്വലിസം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ഓർത്ത് വെക്കുക. എക്സ്പ്ലോർ ഇൻ ദ പ്ലേ ബിയോണ്ട് ദ ലാൻഡ് ഓഫ് ഹട്ടമല ഇൻഡിവിജ്വലിസം. ഇനി അടുത്തത് നോക്കുക. 78 വാട്ട് സൊസൈറ്റി ഡു കെ ആൻഡ് ബി എൻകൗണ്ടർ ഇൻ ദ പ്ലേ അല്ലേ? ഉത്തോപ്യ. അവിടെ പഠിക്കുന്നുണ്ട് നിങ്ങൾ. ഉത്തോപ്യയിലാണ് അവരെ കുറിച്ച് പറയുന്നത് അല്ലേ? ഉത്തോപ്യ. അപ്പോൾ കെ ആൻഡ് ബി ഉത്തോപ്യ നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ളതൊന്നുമല്ല, ഉത്തോപ്യാണ് വരുന്നത്. നിങ്ങൾക്ക് ഓർത്താൽ മതി. പിന്നെ അടുത്ത 79 നോക്കുക. വാട്ട് പ്രോംസ് എ കെ ആൻഡ് ബീസ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഇൻ ദ പ്ലേ അല്ലേ? ഏതാണ്? ഇൻട്രാക്ഷൻ വിത്ത് ഉത്തോപ്യൻ ക്യാരക്ടേഴ്സ് അല്ലേ? ഇൻട്രാക്ഷൻ വിത്ത് ഉത്തോപ്യൻ ക്യാരക്ടേഴ്സ് അല്ലേ? കെ ആൻഡ് ബി അവിടെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഉത്തോപ്യൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ആ ഒരു നിലക്ക് അത് ഓർത്ത് വെക്കുക. ഇനി 80ാമത്തെ ക്വസ്റ്റ്യന് വാട്ട് ഡു ദ ഉത്തോപ്യൻ ക്യാരക്ടേഴ്സ് സിംബലൈസ് ഇൻ ദ പ്ലേ? ഏതാണ്? അതാണ് കോപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. കോപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. ഇവിടെ എന്താണ്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള 2 എണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആൻഡ് ജോയിൻ ചെയ്തത് ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാരക്ടേഴ്സ് സി വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് സി അല്ലേ? രണ്ടും പിന്നെ എന്താണ്? കോപ്പറേഷൻ കമ്മ്യൂണിറ്റി രണ്ടും സി വെച്ചിട്ടാണ്. ഇവിടെ ഒന്ന് ജി വെച്ചിട്ടും ഒന്ന് എസ് വെച്ചിട്ടും അല്ലേ തുടങ്ങുന്നത്. ഗ്രീഡ് സെൽഫിഷ്നെസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? കോപ്പറേഷൻ കമ്മ്യൂണിറ്റി രണ്ടും സി വെച്ചിട്ടാണ്. ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതാണെന്ന് ഓർത്താൽ കിട്ടും. ചെറുതായിട്ടൊന്ന് മനസ്സിൽ ട്രിക്കാക്കി വെച്ചാൽ മതി. പിന്നെ 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് വി എസ് അനോജ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ടു മീഡിയ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്? അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഹി ഈസ് റെസ്പെക്റ്റഡ് ജേർണലിസ്റ്റ് ആൻഡ് ഫിലിം മേക്കർ. ഇവിടെയും തന്നെ എന്താണ്? ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ആൻസർ ഉള്ളത്. ഹി ഈസ് ഹി ഈസ് റെസ്പെക്റ്റഡ് ജേർണലിസ്റ്റ് ആൻഡ് ഫിലിം മേക്കർ. അതൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതൊക്കെ അതാണ്. അല്ലാത്തതോ 2 എണ്ണം വരുന്നതാണ് പിന്നെ വരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി 82 നോക്കുക. വാട്ട് ഈസ് എ തീം ഓഫ് വി എസ് അനോജ് ഫിലിം ബേണിംഗ് അല്ലേ? അതേതാണ്? ദ ചലഞ്ചസ് വുമൺ ഫേസ് വിത്തിൻ എ സോഷ്യൽ കണ്ടക്സ്റ്റ് അല്ലേ? അതിലെന്താണ് പറയുന്നത്? സോഷ്യൽ കണ്ടക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബേണിംഗ് അല്ലേ? 3 സ്ത്രീകളുടേത് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സോഷ്യൽ കോണ്ടക്സ്റ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സനോജ് എന്ന് എഴുതിയ ആളാണ്. അപ്പോൾ സോഷ്യൽ കോണ്ടക്സ്റ്റ് ആ ഒരു നിലക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു നെയിമിൻ്റെ ലെറ്ററും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാം. ഇനി 83 ഹു ആർ ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ ഫിലിം ബേണിംഗ്? അതിൽ ആരാണ്? പ്രീത ആൻഡ് ശകുന്തളയാണ് അല്ലേ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിലൊക്കെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതാണ്. അതുകൊണ്ട് ആ ഒരു നിലക്ക് നോക്കാൻ കഴിയില്ല. അപ്പോൾ ബേണിങ്ങിലെ ക്യാരക്ടർ നിങ്ങൾ ആ ബേണിംഗ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 പേരും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പ്രീത ആൻഡ് ശകുന്തള ഈ 2 സ്ത്രീകളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെയിൻ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പ്രീത ആൻഡ് ശകുന്തളയാണ്.
ഇനി 84 നോക്കുക. വാട്ട് ഡസ് ദ സെറ്റിംഗ്സ് ഓഫ് വാരണാസി ഫ്യൂണറൽ ഗാർഡ് സിംബലൈസ് ഇൻ ദ ഫിലിം ബേണിംഗ് അല്ലെ? ഏതാണ്? ദ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് പാട്രിയാർക്കൽ നോംസ് അല്ലെ? അവിടെ പുരുഷ മേധാവിത്വത്തെ കുറിച്ചിട്ടാണ് ഈ ബേണിങ്ങിൽ പറയണത്. അപ്പോൾ അതൊരു ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പാട്രിയാർക്കൽ നിന്ന് കിട്ടും. ബാക്കിയുള്ളതിലൊന്നും എന്തില്ല, പാട്രിയാർക്കൽ നിന്ന് ഇല്ല. ഇനി 85 നോക്കുക. ഹൗ ഡു പ്രീത ആൻഡ് ശകുന്തള ഷെയർഡ് എക്സ്പീരിയൻസസ് അഫക്റ്റ് ദെയർ റിലേഷൻഷിപ്പ് ഇൻ ദ ഫിലിം ബേണിംഗ് അല്ലെ? അതാണ് ദെയർ ഷെയർഡ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് എ സ്ട്രോങ് സെൻസ് ഓഫ് സോളിഡാരിറ്റി. അപ്പോൾ എന്താണ് ഷെയർഡ് അല്ലെ? ആ ക്വസ്റ്റ്യനിൽ ഷെയർഡ് എന്നുണ്ട്, ആൻസറിലും എന്ത് വരുന്നുണ്ട്, ഷെയർഡ് എന്ന് വരുന്നുണ്ട്. അത്ര മാത്രം ഓർത്താൽ മതി, ബാക്കിയുള്ളതിലൊന്നും എന്ത് വരുന്നില്ല, ഷെയർഡ് എന്ന് വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ദെയർ ഷെയർഡ് എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അല്ലേ? അതിവിടെ ഷെയർഡ് എക്സ്പീരിയൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷെയർഡ് എക്സ്പീരിയൻസ് ആൻസറിലും വരുന്നുണ്ട് എന്ന് ഓർത്താൽ കിട്ടും. ഇനി 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് അനുരാഗ് കശ്യപ് നോൺ ഫോർ ഇൻ ദ ഹിന്ദി മൂവി ഇൻഡസ്ട്രി അല്ലേ? ഡയറക്റ്റിങ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസിങ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അല്ലേ? എല്ലാവരും ആൻഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഓർത്താൽ കിട്ടൂല. ഡയറക്റ്റിംഗ് ആണ്, പ്രൊഡ്യൂസിങ് ആണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് എന്നുള്ളത് അനുരാഗ് കശ്യപിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അത് ഓർത്ത് വെക്കുക. ഡയറക്റ്റിംഗ് ഉണ്ട്, അതുപോലെ പ്രൊഡ്യൂസിങ്ങും ഉണ്ട്, അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും. ഇനി 87 നോക്കുക. വാട്ട് ടൈപ്പ് ഓഫ് ഫിലിം അനുരാഗ് കശ്യപ് നോൺ ഫോർ മേക്കിംഗ്? അതേതാണ്? ഫിലിംസ് ദാറ്റ് റേഞ്ച് ഫ്രം ഓഫ് ബീറ്റ് ടു കമേഴ്ഷ്യലി സക്സസ്ഫുൾ അല്ലേ? കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ് അനുരാഗ് കശ്യപിൻ്റെ സക്സസ്ഫുൾ അല്ലേ? അനുരാഗ് കശ്യപ് സക്സസ്ഫുൾ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി 88 നോക്കുക. വിച്ച് ഷോർട്ട് ഫിലിം ഡയറക്റ്റഡ് ബൈ അനുരാഗ് കശ്യപ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദെയർ ചലഞ്ച് ഫേസ്ഡ് ബൈ വിമൺ ഇൻ ദെയർ ഡെയിലി ലൈഫ്സ് അല്ലെ? അതേതാണ്? ദ ഡേ ആഫ്റ്റർ എവറി ഡേ. ആ ഒരു പാഠഭാഗത്തിലുള്ളതാണ് അനുരാഗ് കശ്യപ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു പാഠഭാഗം ഇതിൽ അതുള്ളൂ. പിന്നെ ഈ ഗാങ്സ് ഓഫ് ഇതൊന്നും നിങ്ങളെ പാഠഭാഗത്തിലുള്ള വരുന്ന പേരുകളല്ല അല്ലേ? ദ ഡേ ആഫ്റ്റർ എവറി ഡേ ഉള്ളൂ നിങ്ങൾ പഠിക്കുന്ന ഒരു പാഠഭാഗം. അങ്ങനെ ഓർത്താൽ നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടും. ഇനി 89 നോക്കുക. വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ ഡേ ആഫ്റ്റർ എവറി ഡേ? അതിൻ്റെ മെയിൻ തീം എന്താണ്? ദ ജേർണി ഓഫ് 3 വുമൺസ് ഫ്രം ഡിഫറെൻറ്റ് ഹൗസ് ഹോൾഡ് അല്ലേ? 3 സ്ത്രീകളുടെ ഡിഫറെൻറ്റ് ഹൗസ് ഹോൾഡിലുള്ള അവരുടെ ജേണിയാണ്. ദ ജേർണി ഓഫ് 3 വുമൺ ഫ്രം ഡിഫറെൻറ്റ് ഹൗസ് ഹോൾഡ്. ഇനി 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡു ദ വുമൺ ദാറ്റ് ഡേ ആഫ്റ്റർ എവറി ഡേ കോമ്പാക്ട് ദ ചലഞ്ച് ദേ ഫേസ് അല്ലേ? എന്താണ് പറയണത്? ബൈ യൂണിറ്റിംഗ് ആസ് എ സിസ്റ്റർഹുഡ് ആൻഡ് ലേണിംഗ് നാച്ചുറൽ ആർട്സ് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുക, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ ഇത് അല്ലേ? ബൈ യൂണിറ്റിംഗ് എ സിസ്റ്റർഹുഡ് ആൻഡ് ലേണിംഗ് എന്താ പറയുക, മാർഷ്യൽ ആർട്സ് അല്ലേ? അപ്പോൾ അതുപോലെ വുമൺ അല്ലേ, സിസ്റ്റർ അങ്ങനെ പറയുന്നതും ഇതുള്ളൂ. ഇനി അതെല്ലാം ആൻഡ് വെച്ച് ജോയിൻ ചെയ്തതും ഇതുള്ളൂ. അങ്ങനെയൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇനി 91 ഹൂ ഈസ് കാളിദാസ ആൻഡ് വാട്ട് ഈസ് നോൺ ഫോർ അല്ലേ? ഏതാണ്? റിനോൺഡ് സാൻസ്ക്രിറ്റ് പോയിട്ട് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് നോൺ ഫോർ ഹിസ് ക്ലാസിക്കൽ വർക്ക് അല്ലേ? ആരാണ് കാളിദാസ് എന്ന് പറയുന്ന വ്യക്തി? അദ്ദേഹത്തിനെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. എന്താണ്? റിനോൺഡ് സാൻസ്ക്രിറ്റ് പോയിട്ട് ആൻഡ് ഡ്രാമാറ്റിസ്റ്റ് നോൺ ഫോർ ഹിസ് ക്ലാസിക്കൽ വർക്ക്. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചാൽ ഇതൊന്നും മിസ്സാവില്ല നിങ്ങൾക്ക്. ഇനി 92 നോക്കുക. വാട്ട് ഈസ് അഭിജ്ഞാന ശാകുന്തളം ആൻഡ് വാട്ട് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് അല്ലേ? എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഈസ് മാസ്റ്റർ പീസ് ഓഫ് വേൾഡ് ലിറ്ററേച്ചർ ബേസ്ഡ് ഓൺ ആൻ എപ്പിസോഡ് ഫ്രം ദ ഇന്ത്യൻ എപ്പിക് മഹാഭാരത. അപ്പോൾ അഭിജ്ഞാന ശാകുന്തളം എന്നൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മഹാഭാരതം എന്നുള്ളത് ഓർമ്മ വരും അല്ലേ? അഭിജ്ഞാന ശാകുന്തളം മഹാഭാരത അത്രമാത്രം ഓർത്താൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 93 നോക്കുക. ഇൻ ദ പ്ലേ അഭിജ്ഞാന ശാകുന്തളം വാട്ട് ഡസ് ദ ടേം അഭിജ്ഞ സിംബലൈസ്? അഭിജ്ഞ എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? എ സിഗ്നറ്റ് റിംഗ് ഗിവൺ ആസ് എ ഗിഫ്റ്റ് ബൈ കിങ് ദുഷ്യന്ത. അതാണ് അല്ലേ അഭിജ്ഞ എന്നുള്ളത് സിംബലൈസ് ചെയ്യുന്നത്. എ സിഗ്നറ്റ് റിംഗ് ഗിവ് ആസ് എ ഗിഫ്റ്റ് ബൈ കിങ് ദുഷ്യന്ത. അപ്പോൾ കിങ് ദുഷ്യന്ത എന്നൊക്കെ പഠിക്കുന്നത് ഈ ഒരു അഭിജ്ഞാന ശാകുന്തളത്തിനുള്ളൂ നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു വേർഡ്, ആ ഒരു വ്യക്തിൻ്റെ നെയിം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി 94 ഹൗ ഡസ് ദ സീൻ വിത്ത് ശകുന്തള ബിഡിങ് ഫെയർവെൽ ദ ഹെർമിറ്റേജ് റിഫ്ലക്റ്റ് ഹെർ ഇമോഷൻ അല്ലേ? ആരാണ്? ഷീ ഈസ് സാഡ് ആയിരുന്നു അവൾ. അതുപോലെ തന്നെ റിലക്റ്റൻറ്റ് ടു ലീവ് ആൻഡ് എക്സ്പ്രസ്സസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് നൊസ്റ്റാൾജിയ അല്ലേ? ഇവിടെ ആൻഡ് വെച്ച് ജോയിൻ ചെയ്തത് നോക്കാൻ പറ്റില്ല, വേറെ ഉണ്ട്. അവിടെ നൊസ്റ്റാൾജിയ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അല്ലേ? അവർ ശകുന്തള വെഡിങ് ഫെയർവെൽ ദ ഹെർമിറ്റേജ് റിഫ്ലക്റ്റ് ഹെർ എമോഷൻ എങ്ങനെയായിരുന്നു? ഇമോഷൻ നൊസ്റ്റാൾജിയ എന്ന് ഓർത്ത് വെച്ചാൽ മതി. 95 നോക്കുക. ഇൻ ദ സീൻ വാട്ട് സിംബലൈസ്ഡ് മീനിങ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു ദ ട്രീസ് ആൻഡ് വൈൻസ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്? ക്വസ്റ്റ്യനിൽ എന്ത് വരുന്നുണ്ട്? സിംബോളിക്, ആൻസറിലും സിംബലൈസ് അല്ലേ?
സിംബോളിക് എന്ന് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്, ആൻസറിൽ സിംബലൈസ് എന്ന് വരുന്നുണ്ട്. ദ സിംബലൈസ് ദ ക്യാരക്ടേഴ്സ് കോൺവെർസേഷൻ വിത്ത് നാച്ചർ അല്ലേ, കോൺവെർസേഷൻ വിത്ത് നാച്ചർ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇതിൽ മാത്രമേ ഉള്ളൂ ആ സിംബലൈസ് എന്നുള്ള വേർഡ് വരുന്നത്. ഇനി 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ക്യാരക്ടറൈസ് ദ ഇമോഷണൽ ജേർണി ശകുന്തള ഇൻ ദ സീൻ അല്ലേ, അതിൽ എന്തായിരുന്നു? ഷീ എക്സ്പീരിയൻസ് ദ മിക്സ് ഓഫ് ഇമോഷൻ ഇൻക്ലൂഡിങ് ഗ്രാറ്റിറ്റ്യൂഡ്, നൊസ്റ്റാൾജിയ ആൻഡ് സാഡ്നെസ്. അപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഈ അഭിജ്ഞാന ശകുന്തളവുമായി ബന്ധപ്പെട്ടിട്ട് നൊസ്റ്റാൾജിയ ആൻസറിലുണ്ടെങ്കിൽ നൊസ്റ്റാൾജിയ എന്നുള്ളതാണ് ആൻസർ വരുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് ഹൂ വാസ് ശകുന്തള, ആരാണ് അപ്പോൾ ശകുന്തള? ഫോസ്റ്റർ ഡോട്ടർ ഓഫ് സൈൻഡ് കൺവ. ഇതൊന്നും പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയുന്നതായിരിക്കും. ഇനി അടുത്തത് നോക്കുക. ശകുന്തള വാസ് ഫാൾ ഇൻ ലവ് വിത്ത് അല്ലേ, ശകുന്തള ആരുമായിട്ടായിരുന്നു പ്രണയത്തിൽ? കിങ് ദുഷ്യന്ത അല്ലേ, ശകുന്തള കിങ് ദുഷ്യന്ത. ഇതിൽ കിങ് ആയിട്ടുള്ള ഒരാൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, കിങ് ദുഷ്യന്ത. ഇനി അടുത്ത 99 നോക്കുക. കാളിദാസ ഈസ് ബിലീവ്ഡ് ടു ബി വൺ ഓഫ് ദി 9 ജെയിംസ് ഓഫ് അല്ലേ, അതിലാരാണ്? കിങ് വിക്രമാദിത്യ. ഇതിലെല്ലാം കിങ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ടേം വിക്രമാദിത്യ അല്ലേ, വൺ ഓഫ് ദ 9 ജെംസ് വിക്രമാദിത്യ. ഇനി 100ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ കേഴ്സ്ഡ് ശകുന്തള, ശകുന്തളയെ ആരാണ് ശപിച്ചത്? ദുർവാസാവ് അല്ലേ. ഇത് ശപിക്കാൻ പറ്റുന്ന ഒരാൾ ഇപ്പോൾ ഇതിൽ ആരാണ്? ദുർവാസാവാണ്. കണ്വ ഫാദറാണ്, ദുഷ്യന്ത പ്രണയിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ശൃംഗരവ പറയുന്നത് കഥാപാത്രം പിന്നെ വേറെന്തോ ആണ് തോന്നും അല്ലേ, എനിക്ക് ആ കഥ ശരിക്ക് ഓർമ്മയില്ല. അപ്പോൾ ദുർവാസാണെന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് ആണിത്. അപ്പോൾ ഹൂ കേഴ്സ്ഡ് ശകുന്തള, ദുർവാസ. അപ്പോൾ 100 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആൻസർ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പിന്നെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ക്വസ്റ്റ്യൻസ് അല്ല എല്ലാതും ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.